റെക്സൻ, ഐ നോ ഒരു ഡോക്ടർ എന്നതിലപ്പുറം ഐ എം എ ഹ്യൂമൻ ബീയിങ്. സോ നിങ്ങളുടെ ഈ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ബട്ട് റിയാലിറ്റി അത് നമുക്ക് മറച്ചു വെക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല. ആൻഡ് യുവർ ഫാദർ കോൺടാക്റ്റഡ് മീ. മാർക്കസ് സാറിനോട് ഞാൻ റേച്ചലിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. സാറ് തന്നെയാണ് നിങ്ങളോടും ഇത് തുറന്ന് പറയണമെന്ന് പറഞ്ഞ്. ഡോക്ടർ എന്താ മോക്ക് പറ്റിയേ? എന്താണേലും അത് മറച്ചു വെച്ചിട്ടോ ഞങ്ങളോട് പറയേണ്ടിരുന്നിട്ടോ നോ യൂസ്. പ്ലീസ് ടെൽ മീ ഡോക്ടർ, വാട്ട് ഹാപ്പൻഡ് ടു ഹർ? എന്താ ഞങ്ങളുടെ കുഞ്ഞിന് പറ്റിയേ? ഈ കേസ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോഴും റേച്ചൽ കോൺഷ്യസ് ആയിട്ടില്ല. ആൻഡ് ദ വേഴ്സ്റ്റ് റിയാലിറ്റി ഈസ് she was brutally raped. Just 3.5-year-old baby. She was brutally raped. എന്താ? What? No. ഇല്ല, നോ, ഇതൊരിക്കലും സംഭവിക്കില്ല. എന്റെ മോള്, എന്റെ കുഞ്ഞ്, ഇല്ല, നോ. അങ്കിൾ. മോനെ, റെക്സി, മോനെ. Oh shit, sister? ഡോക്ടർ, റെക്സിൻ മോനിപ്പോ ഓക്കെ അല്ലേ? ഹീസ് ഫൈൻ നൗ. സെഡേഷനിലാണ്. പെട്ടെന്ന് BP ഷൂട്ടപ്പ് ആയതാ. എനിക്കറിയില്ല മാധവേ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. എൻ്റെ റേച്ചൽ മോള് ആരായി കുരുന്നിനോട് ഈ കൊടും ക്രൂരത കാണിച്ചേ? അറിയില്ല. എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? ഐ എം റിയലി സോറി. കുഞ്ഞിനെ കാണിക്കാൻ കഴിയില്ല. ബിക്കോസ് ഇൻഫെക്റ്റഡ് ആകാനുള്ള ചാൻസസ് ആർ റിയലി ഹൈ. സോ ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. റെക്സിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഇതൊരു ഹൈ പ്രൊഫൈൽ കേസ് ആയതുകൊണ്ട് മാത്രമാണ് പോലീസിനെ ഇൻഫോം ചെയ്യാൻ ഞാൻ. അത് മാത്രമല്ല, മാർക്കസ് സാറും പറഞ്ഞിരുന്നു ദാറ്റ് ഇതിനൊരു പ്രൈവസി കീപ്പ് ചെയ്യണമെന്ന്. ഒരു കാരണവശാലും ഈ ന്യൂസ് പുറത്ത് പോകരുതെന്നും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് മിസ്റ്റർ ക്ലീറ്റസ്. എൻ്റെ ഭാഗത്തു നിന്ന് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇതേ പ്രായത്തിലുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനാണ് ഞാനും. സോ മറ്റെന്തിനേക്കാളേരെയും മനസ്സിലാവും എനിക്ക് ഈ സിറ്റുവേഷൻ. സോ ദൈവത്തെ മുറുക്കെ പിടിക്കുക. എന്റെ മോള്, എന്റെ കുഞ്ഞ്, എന്താ എന്റെ മോക്ക് പറ്റിയ? റെക്സിനെവിടെ? എന്താ അച്ചായ ഒന്നും മിണ്ടാ നിൽക്കുന്നെ? എന്റെ കുഞ്ഞുങ്ങളെവിടെ? ഒന്നും പറയാ, എന്റെ കുഞ്ഞുങ്ങളെവിടെ അച്ചായ? എൽസ, താനിങ്ങനെ ബഹളം വെക്കാതെ. എൽസ, നീ ഒന്ന് സമാധാനപ്പെട്. അച്ഛൻ പറയുന്നൊന്ന് കേൾക്കുമോളെ പ്ലീസ്. അളിയ, എന്താ സംഭവിച്ചത്? മോക്കെങ്ങനെ ഇങ്ങനെ? എന്റെ മോൻ എവിടെ? റെക്സൻ എവിടെ? ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ കുഞ്ഞ്, എന്റെ കുരുന്നിനോട് ആരായിങ്ങനെ, ആരായി കൂടെ ക്രൂരത ചെയ്ത്? എന്റെ മോനവിടെ, അവനെന്താ പറ്റിയേ? മോനെ ചെന്ന് വിളിക്കാം നമുക്ക്. അവളുടെ അച്ചാച്ചൻ വിളിച്ചാലും നമ്മുടെ മോക്ക് വിളിക്കാണ്ടിരിക്കാൻ കഴിയില്ല. റെക്സിയോട് ഒന്ന് വരാൻ പറയിച്ച് അവന്റെ കുഞ്ഞി ഒന്ന് ഉണർത്താൻ പറയ വിളിച്ച്. അവന്റെ എന്താ അവന് സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കർത്താവേ, ഒന്നുമേ മനസ്സിലാവുന്നില്ല. ഇല്ലടോ, ഒന്നും പറ്റില്ല നമ്മുടെ മോക്ക്. ആദ്യം അവളൊന്ന് കണ്ണ് തുറക്കട്ടെ. ഇപ്പൊ താനൊന്ന് വാ. നമ്മുടെ മോൻ
അവന് അവനെന്താ പറ്റിയെന്ന് അറിയണ്ടേ? തമ്പാ, നമ്മുടെ മോക്ക് അവിടെ അച്ഛ വിളിച്ചാൽ എണീക്കാണ്ടിരിക്കാൻ കഴിയില്ല എൽസ. സോ താൻ വിഷമിക്കാതെ, റെക്സി വിളിച്ചാൽ നമ്മുടെ മോൾ ഉണരും, ഉറപ്പാ. തമ്പാ. നൊന്ത് പ്രസവിച്ച ഒരമ്മയ്ക്ക് ഞാൻ കടന്നു പോയതുപോലൊരു ഗതികെട്ട അവസ്ഥ ഉണ്ടാവരുത്. മരണത്തിനേക്കാളേറെ വേദനയാണ് മോളെ അത്. താങ്ങാൻ കഴിയില്ല. റേച്ചൽ മോക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നാണ് ഇച്ചാൻ എന്നോട് നാട്ടിൽ നിന്ന് പോരുമ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കുഞ്ഞിനെ, എൻ്റെ പിഞ്ചു കുഞ്ഞിനെ ആരും അമ്മച്ചി ഇങ്ങനെ കരയല്ലേ പ്ലീസ്. കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക്. കരയല്ലേ. ഒരു പെറ്റമ്മയുടെ വേദനയാണ് മോളെ. ഒരു ജന്മം അനുഭവിക്കാനുള്ള വേദന മുഴുവനും കഴിഞ്ഞ 3 വർഷങ്ങളായി അനുഭവിക്കുക ഞാൻ. ഇന്നും അമ്മച്ചി, റേച്ചൽ മോളോട് ആരാ ഈ ക്രൂരത ചെയ്തേ? പിന്നീട് എന്താ സംഭവിച്ച റെക്സിന്? അതിന് ശേഷമാണ് മോളെ ലൈഫിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിലൂടെ എനിക്കും എൻ്റെ ഇച്ഛനും കടന്നു പോകേണ്ടി വന്നത്. മുന്നോട്ട് ജീവിക്കണോ വേണ്ടയോ എന്ന് പോലും അറിയാതെ പകച്ചു നിന്ന് പോയ ദിവസങ്ങൾ വർഷങ്ങൾ പോലെ തള്ളി നീക്കേണ്ടി വന്ന ആ നശിച്ച നാളുകൾ. സമയം കഴിയുന്തോറും മോളുടെ അവസ്ഥ വല്ലാണ്ട് വേഴ്സ്റ്റായി വന്നു. ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മോളെ US കൊണ്ടുപോകാനായി ഇച്ചാൻ തീരുമാനിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു യൂസും ഇല്ല എന്ന് തന്നെ മോള് ചികിത്സിച്ച ഡോക്ടർ ഇച്ചായനോട് പറഞ്ഞിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ശരിക്കും ഞങ്ങൾ തകർന്നു പോയ സിറ്റുവേഷനായിരുന്നു അത്. റേച്ചൽ മോളുടെ ഈ അവസ്ഥ കണ്ട് റെക്സിയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഇച്ചായൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് ഞങ്ങളുടെ പൊന്നുമോക്ക് സംഭവിച്ച ഈ ആപത്ത് സ്പ്രെഡ് ആവാണ്ട് നോക്കി. ഹൈ പ്രൊഫൈൽ കേസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലുകാരും ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്തിരുന്നു. ഇതിനിടയ്ക്ക് പാരലായിട്ട് തന്നെ ആ ഒരു ദിവസം റേച്ചൽ മോക്ക് എന്താ സംഭവിച്ചതെന്നും ആരാ ഞങ്ങളുടെ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ചതെന്നും ഒക്കെ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്തിരുന്നു. ബട്ട് നോ യൂസ്. ഡെറക് എവിടാണെന്നും അവൻ എന്താ പറ്റിയതെന്നും ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലെ CCTV ഫുട്ടേജ് അടക്കം നശിപ്പിക്കപ്പെട്ടിരുന്നു. കൊമ്പനയൽ ഗ്രൂപ്പ്സിനും ശത്രുക്കൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല മോളെ. ഞങ്ങളുടെയൊക്കെ ഡൗട്ടും അത് തന്നെയായിരുന്നു. റേച്ചൽ മോളുടെ ഈ ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ മാറി മോള് നോക്കിയായതിനു ശേഷം ഞങ്ങളുടെ മോളെ ഇങ്ങനെ പിച്ചി ചീന്തിയ പിശാചുക്കളെ കണ്ടുപിടിക്കാമെന്ന് തന്നെ ഇച്ചായൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഡെറിക്ക് മിസ്സിംഗ് ആണെന്നും അവനെന്തോ ആപത്ത് പറ്റിയെന്നും പറഞ്ഞ് അവൻ്റെ ഫാമിലി കേസ് കൊടുത്തു. അതിൻ്റെ പേരിൽ റെക്സിയെയും ഞങ്ങളെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനായി പോലീസ് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. എൻ്റെ റെക്സിക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യലുമായിട്ട് ഒട്ടും തന്നെ കോപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ബിക്കോസ് അത്രമാത്രം മെൻ്റലി തകർന്നിരുന്നു എൻ്റെ കുഞ്ഞ്. ക്ലീറ്റസ് അച്ചായനും ഡോക്ടേഴ്സും ഒക്കെ ഇടപെട്ടാണ് ആ ഒരു പ്രോബ്ലം ഇഷ്യൂ ആക്കാണ്ട് ഒതുക്കിയേ. ഇതിനിടയ്ക്ക് റേച്ചൽ മോളുടെ ഹെൽത്ത് കണ്ടീഷനെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചിരുന്നു. ബട്ട് മോക്ക് ഹൈ ഫീവർ ആണെന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണെന്നും ഡോക്ടർ റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ 2 ദിവസം കടന്നുപോയി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ, ഒരുപോലെ കണ്ണടയ്ക്കാതെ എൻ്റെ പൊന്നുമോൻ അവൻ്റെ കുഞ്ഞിക്കായി കാവലിരുന്നു. റേച്ചൽ മോളൊന്ന് കണ്ണു തുറക്കുന്നതും കാത്ത് ദൈവത്തെ മുറുക്കെ പിടിച്ച് കൂടെ ഞങ്ങളും. പക്ഷെ കർത്താവ് ഞങ്ങളെ കൈവിട്ട് കളഞ്ഞു മോളെ. ഒരു തരി കണ്ണടയ്ക്കാതെ ICUവിന് മുന്നിൽ ഞങ്ങൾ കാവലിരുന്നിട്ട് കർത്താവ് കൊണ്ടുപോയി കളഞ്ഞു ഞങ്ങളുടെ മോളെ. തീരാവേദനയ്ക്ക് ഫുൾ സ്റ്റോപ്പിട്ട് 3-ാം ദിവസം എൻ്റെ റെക്സിയുടെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. അവളുടെ അച്ചാച്ചിയും ഞങ്ങളെയൊക്കെ വിട്ട് ഞങ്ങളുടെ പൊന്നുമോള് പോയി ഞങ്ങളുടെ മോള്. എനിക്കും ഇച്ചായനും അറിയില്ലായിരുന്നു മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോണത് ഞങ്ങളുടെ മോളെ മാത്രമല്ല, പകരം ഞങ്ങളുടെ റെക്സി കൂടെയാണെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു.
അവൻ്റെ കുഞ്ഞ് പോയതറിഞ്ഞിട്ട് അവനൊന്നും കരഞ്ഞില്ല, ആരോടും ഒന്നും മിണ്ടിയതുമില്ല. ജീവനറ്റ് കിടക്കുന്ന അവൻ്റെ കുഞ്ഞ് ഒരു നോക്കൊന്ന് കാണാൻ പോലും അവൻ തയ്യാറായില്ല. ഒരുതരം മരവിച്ച അവസ്ഥ. അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി മോളെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയപ്പോൾ പോലും എൻ്റെ മോനൊന്നും അനങ്ങിയില്ല. പള്ളിയിലേക്ക് വന്നതുമില്ല അവൻ. അവൻ്റെ കുഞ്ഞിയുടെ മരണം അതുകൊണ്ടുണ്ടായ ഷോക്ക്, അത് കാരണമാണ് മോനിങ്ങനെ പെട്ടെന്ന് സൈലൻ്റ് ആയതെന്നാണ് ഞങ്ങൾ കരുതി. ക്ലീറ്റസ് അച്ചായനും പറഞ്ഞു റെക്സിക്ക് കുറച്ച് സമയം കൊടുക്കാൻ, ഒന്ന് ഫ്രീ ആയിട്ട് വിടാൻ. കുറച്ച് കഴിയുമ്പോൾ മോൻ അവൻ്റെ റിയൽ സെൻസിലേക്ക് തിരിച്ചു വരുമെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല മോളെ. ഡേയ്സ് വീക്സായി, 1 മന്തുമായി. എന്നിട്ട് എൻ്റെ മോൻ ആ അവസ്ഥയിൽ നിന്ന് അവരൊരു മാറ്റം ഉണ്ടായില്ല. റൂം വിട്ട് പുറത്തേക്ക് വരില്ല, ആരോടും മിണ്ടാട്ടമില്ല, കളിയില്ല, ചിരിയില്ല, ഒരു ഭാവവും ഇല്ല. ഫുഡ് ഞാൻ എടുത്ത് കൊടുത്താൽ പോലും കഴിക്കില്ല. 2 വായ എന്തെങ്കിലും ഒന്ന് കഴിച്ചാലായി. ഡേ ബൈ ഡേ റെക്സിയുടെ അവസ്ഥ പഴയതിലും മോശമാവാൻ തുടങ്ങി. കൂടപ്പിറപ്പിന് സ്വന്തം പ്രാണനെക്കാളേറെ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് നോക്കിയതിനാണോ എൻ്റെ മോൻ ഈ അവസ്ഥ വന്നതെന്നോർത്ത് ദൈവത്തെ പോലും പഴിച്ചു പോയി മോളെ ഞാൻ. ഇനിയും റെക്സി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. ഇച്ചായൻ മോനെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇച്ചായൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനെ കൺസൾട്ട് ചെയ്തു. പുള്ളി ഒരു ഫേമസ് സൈക്യാട്രിസ്റ്റ് ആണ്. റെക്സി ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യാൻ ഇച്ചായൻ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മോനെ ഇച്ചായൻ്റെ ഫ്രണ്ടിനെ കാണിച്ചതും. റെക്സിയുടെ ലോകമേ അവൻ്റെ കുഞ്ഞായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ മോക്ക് സംഭവിച്ച ഈ ദുരന്തം, തുടർന്നുള്ള കുഞ്ഞിൻ്റെ മരണം, ഇതെൻ്റെ മോൻ്റെ മനസ്സിൻ്റെ താളം തന്നെ തെറ്റിച്ച് കളഞ്ഞു. വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോയി റെക്സി. മൊത്തത്തിൽ മരവിച്ചൊരവസ്ഥ. അങ്ങനെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മോൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. റെക്സിക്ക് ഡീറ്റെയിൽ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. കൗൺസിലിങ്ങും മെഡിസിൻസും മാത്രം കൊണ്ട് മാറുന്നതായിരുന്നില്ല എൻ്റെ മോൻ്റെ രോഗം. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു. നീണ്ട ഒരു വർഷം എൻ്റെ കുഞ്ഞ് ഡോക്ടറിൻ്റെ മെൻ്റൽ ക്ലിനിക്കിൽ കഴിഞ്ഞു. എപ്പോഴും കളിയും ചിരിയും സന്തോഷവും മാത്രം നിറഞ്ഞു നിന്നിരുന്ന എൻ്റെ പൊന്നു മോൻ്റെ മുഖത്ത് പിന്നെ ഒരു ചിരി ഞാൻ കണ്ടിട്ടില്ല മോളെ. പേടിയായിരുന്നു എനിക്ക്. എൻ്റെ റെക്സിനെയും അമ്മച്ചിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയായിരുന്നു. കർത്താവിനെ മുറുക്കെ പിടിച്ചു. ട്രീറ്റ്മെൻറ്റിനിടയിൽ കുഞ്ഞിയെന്നും വിളിച്ച് എൻ്റെ മോൻ അലറി കരയുമായിരുന്നു. കുഞ്ഞി ഉറങ്ങുന്ന സ്ഥലത്തേക്ക് പോകണം, അവളെ കാണണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കും. നല്ല പോലെ തന്നെ വയലൻ്റ് ആകും. അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കും. ഒന്ന് നോർമലാക്കാൻ മറ്റൊരു മാർഗമില്ലാതെ ഷോക്ക് അടുപ്പിക്കുക അവരെൻ്റെ കുഞ്ഞിനെ. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എൻ്റെ കുഞ്ഞ് അനുഭവിക്കാൻ ഒന്നും തന്നെ ഇനി ബാക്കിയില്ല മോളെ, ഒന്നുമേ ബാക്കിയില്ല. അങ്ങനെ നീണ്ട 1.5 വർഷത്തിന് ശേഷം റെക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് അവൻ വീട്ടിൽ തിരിച്ചെത്തി. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി എൻ്റെ കുഞ്ഞ് മൊത്തത്തിൽ പുതിയൊരാളായിരുന്നു. ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് റെക്സിൻ. പഴയ കളിയും ചിരിയും ഒന്നും തന്നെയില്ല. എപ്പോഴും ഗൗരവമാണ്. ആവശ്യത്തിന് മാത്രം സംസാരിക്കും. ഇച്ചായനോടും എന്നോടും അധികം മിണ്ടാട്ടമൊന്നും തന്നെയില്ല. മൊത്തത്തിൽ പുതിയൊരാൾ. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു മോളെ, ഒരു കാരണവശാലും റേച്ചൽ മോളെക്കുറിച്ചോ പഴയ കാര്യങ്ങളെക്കുറിച്ചോ മോനെ ഓർമ്മിപ്പിക്കരുതെന്ന്. കാരണം എപ്പോൾ വേണേലും വീട് വിട്ട് പോകാൻ ചാൻസ് ഉള്ള മനസ്സാണ് ഇപ്പോൾ എൻ്റെ റെക്സിക്കുള്ളതെന്ന്. മോൻ വന്നതിന് ശേഷം 1-2 ആഴ്ച ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നോർമലായിട്ട് പോയി. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം, മോനെ. എന്താ മമ്മ? ഡാഡി വിളിക്കുവാ. മോ വന്നേ. എത്രയെന്നും പറഞ്ഞാ കുഞ്ഞെ നീ ഇങ്ങനെ ഈ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? മോ വാ, മമ്മി പറയുന്ന കേക്ക്. ഡാഡി വിളിക്കുവാ, തഴിക്കുവാ. മോനെ ഉറങ്ങുമായിരുന്നോ? ഹേയ്,
ഇല്ല ഡാഡി, ഞാൻ ജസ്റ്റ് കിടക്കുമായിരുന്നു. ഓക്കെ. ഡാഡി ഇപ്പം മോനെ കാണണമെന്ന് പറഞ്ഞത് കുറച്ച് നാളായി ഒരു മോഡലിംഗ് കമ്പനി ഡാഡിയെ കോണ്ടാക്ട് ചെയ്യുവാണ് മോൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട്. കുറച്ച് നാളായി ഫീൽഡ് വിട്ട് നിൽക്കുമായിരുന്നല്ലോ മോൻ. എത്രയെന്നും പറഞ്ഞാൽ മോനിങ്ങനെ റൂമിൽ തന്നെ അടച്ചു മൂടിയിരിക്കുന്നേ. പഴയതുപോലെ ഡാഡിയുടെ മോൻ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പഴയ ലൈഫിലേക്ക് എൻ്റെ കുഞ്ഞ് തിരിച്ചു വരണം. എൻ്റെ പഴയ റെക്സിയെ ഡാഡിക്കും മമ്മിക്കും കാണണം. ശരിയാ മോനെ, മമ്മയുടെ കുഞ്ഞ് ഇങ്ങനെ അല്ല, ഇങ്ങനെ ആവരുത്. മോൻ തിരിച്ചു വരണം. എൻ്റെ കുഞ്ഞിൻ്റെ ആ പഴയ കളിയും ചിരിയും ഇനിയും ഞങ്ങൾക്ക് കാണണം. വീണ്ടും മോഡലിലേക്ക് എൻ്റെ മോൻ തിരിയണം. മോൻ്റെ കരിയർ ശ്രദ്ധിക്കണം. ആ മോഡലിങ്ങിലെ പഴയ നമ്പർ 1 റെക്സിനെ മമ്മിക്ക് കാണണം. മമ്മ, ഞാൻ മോനൊന്നും പറയണ്ട. ഡാഡി അവർക്ക് മോൻ്റെ ഡേറ്റ് കൊടുക്കാൻ പോവാ. ഡാഡിയുടെ ആ പഴയ റെക്സിയെ ഡാഡിക്ക് തിരിച്ചു വേണം. ഡാഡിക്ക് മാത്രമല്ല, മമ്മിക്കും. കുഞ്ഞി മോളെ, മമ്മ എൻ്റെ മോള് തല പൊട്ടിപ്പൊളിയുന്ന പോലെ. ഡാഡിയുടെ കണ്ണിൽ ഇരുട്ട് കയറുക. മോനെ മോനെ അങ്ങനെ റെക്സിയെ വീണ്ടും ഡോക്ടറിനെ കാണിക്കേണ്ടി വന്നു. ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് മോൻ്റെ ഒരു ചേഞ്ച് വളരെ അത്യാവശ്യമാണെന്ന്. എസ്പെഷ്യലി റേച്ചൽ മോളുടെ പ്രസൻസ് നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നും കുറച്ച് നാളത്തേക്കെങ്കിലും റെക്സിയെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. റേച്ചൽ മോളുടെ ഓർമ്മകളും പ്രസൻസും എൻ്റെ മോൻ്റെ മനസ്സിൻ്റെ താളം വീണ്ടും തെറ്റിക്കുമെന്ന് തന്നെ ഡോക്ടർ ഓർപ്പിച്ച് പറഞ്ഞു. മറ്റൊരു മാർഗ്ഗമില്ലാതെ റെക്സിക്ക് വേണ്ടി ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് അവൻ്റെ പേരിൽ വാങ്ങി. ഞങ്ങൾ 3 പേരും അങ്ങോട്ടേക്ക് താമസം മാറി. അങ്ങനെ 6 മാസം വീണ്ടും കടന്നുപോയി. റെക്സിക്കും ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്കും എൻ്റെ ഇച്ഛാനും ഡോക്ടർ തിരികെ തന്നത് ശരിക്കും ഒരു പുതിയ റെക്സിനെ തന്നെയായിരുന്നു. ആ പഴയ കളിയില്ല, ചിരിയില്ല, അധികം സംസാരമില്ല, എല്ലാ രീതിയിലും പുതിയൊരു റെക്സിൻ മാർക്കസ് കൊമ്പനായി. ഈ രീതിയിലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയല്ലോ എന്നോർത്ത് ഞങ്ങൾ സമാധാനിച്ചു. അങ്ങനെ മെല്ലെ റെക്സിൻ പഴയ പോലെ മോഡലിങ്ങിലേക്ക് തിരിയാൻ തുടങ്ങി. വീണ്ടും എൻ്റെ കുഞ്ഞ് പഴയ പോലെ തന്നെ അവൻ്റെ കരിയറിൽ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം റെക്സിയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ രണ്ടാളും തിരികെ വീട്ടിലേക്ക് തന്നെ വന്നു. അവൻ ഒറ്റയ്ക്ക് തന്നെ നിന്നോളാം എന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ ഡാഡിയും അവിടെ മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ മെയ്ഡിനെയും സെർവൻസിനെയും നിർത്തി. അപ്പോഴേക്കും എൻ്റെ റെക്സി പുതിയൊരാളായി മാറിക്കഴിഞ്ഞിരുന്നു. മോനെ അവൻ്റെ വഴിക്ക് തന്നെ വിട്ടേക്കാൻ ഡോക്ടറും പറഞ്ഞു. ബട്ട് ഇപ്പോഴും അവൻ്റെ ഡാഡിയും മമ്മിയും എൻ്റെ കുഞ്ഞിൻ്റെ പ്രാണൻ തന്നെയാണ്. ആ പഴയ ഷോക്കിൽ നിന്നും ഇപ്പോഴും എൻ്റെ കുഞ്ഞ് ഓവർകം ആയിട്ടില്ല മോളെ. പക്ഷേ അവൻ്റെ കുഞ്ഞ് ഇന്ന് ഈ ലോകത്തില്ല എന്ന സത്യം അവൻ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോഴും ഒരു 2 ദിവസത്തിൽ കൂടുതൽ ഈ വീട്ടിൽ നിൽക്കാൻ എൻ്റെ കുഞ്ഞിന് കഴിയില്ല. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയും. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കാനുള്ള വേദനയും ദുരന്തവും കഴിഞ്ഞ 4 വർഷം കൊണ്ട് എൻ്റെ കുഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞു മോളെ. എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പൊന്നു മോളോട് ആരായി ക്രൂരത ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. ഡെറിക്ക് എവിടെയാണെന്നും അറിയില്ല. അമ്മച്ചി, എനിക്ക് സോറി, ഐ എം റിയലി സോറി. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അതമ്മച്ചിക്ക് അറിയാം മോളെ. റെക്സിനെ കുറിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. അതിലേറെ വിഷമം തോന്നിയത് ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് എൻ്റെ സാറയുടെ മോളാണെന്ന് അറിഞ്ഞപ്പോഴാണ്. മോൾക്കറിയാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്, അതും അമ്മച്ചി പറയാം. മോളുടെ ഡാഡിയും റെക്സിയുടെ ഡാഡിയും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു, ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. റെക്സിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഫിലിപ്പിച്ചായൻ സാറയും വിവാഹം കഴിക്കുന്നത്. ഒരു കുടുംബം പോലെയായിരുന്നു നമ്മൾ. സന്തോഷവും കളിയും ചിരിയും മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഹാപ്പി ലൈഫ്. സാറയും ഞാനും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു. എൽസേച്ചി എന്നും വിളിച്ച് എൻ്റെ പുറകിൽ നിന്ന് മാറില്ലായിരുന്നു അവൾ. അങ്ങനെ ഇരിക്കുകയാണ് സാറ പ്രഗ്നൻ്റ് ആകുന്നത്. റെക്സിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ സാറ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്.
പിന്നീട് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സന്തോഷം ഇരട്ടിക്കുക ചെയ്ത് സാറേ കാട്ടിലും മോൾ അറ്റാച്ച്ഡ് ആയിരുന്നത് എന്നോടായിരുന്നു. ഒരു കുടക്കീഴിൽ നമ്മുടെ ഈ 2 ഫാമിലിയും സ്വർഗം പോലെ കഴിഞ്ഞു. വർഷങ്ങൾ വീണ്ടും അങ്ങനെ കടന്നുപോയി. മോക്ക് 4 വയസ്സും റെക്സിക്ക് 8 വയസ്സും പ്രായമുള്ള ടൈം. റെക്സിച്ചായ എന്ന് വിളിച്ച് അവൻ്റെ പുറകിൽ നിന്ന് മാറില്ലായിരുന്നു മോള്. എന്തിനും കൂടെ റെക്സി വേണം മോക്ക്. അവനെ വിട്ട് ഇരിക്കില്ലായിരുന്നു. തിരിച്ച് അവനും അങ്ങനെ തന്നെയായിരുന്നു. അത് കാണുമ്പോഴൊക്കെ എൻ്റെ സാറ് പറയുമായിരുന്നു, ഇപ്പോഴും ഈ പിള്ളേർക്ക് തമ്മിൽ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ലല്ലോ എൽസേച്ചി എന്ന്. ഇടയ്ക്കാണ് വലിയൊരു ഇഷ്യൂ മാർക്കസിച്ചാൻ്റെയും ഫിലിപ്പിച്ചാൻ്റെയും ബിസിനസ്സിൽ വന്നത്. സോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു ഇഷ്യൂ. ഇവരുടെ കൂടെ നിന്നിരുന്ന മാനേജർ ചതിച്ചു. അങ്ങനെ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ള തുടക്കമായിരുന്നു അത്. പോകെ ആ ഇഷ്യൂ വഷളാകാൻ തുടങ്ങി. അത് അവസാനം ചെന്നെത്തിയത് വലിയൊരു തകർച്ചയിലായിരുന്നു. അവർ തമ്മിലുള്ള അകൽച്ചയിലായിരുന്നു. നമ്മുടെ 2 കുടുംബങ്ങളും തമ്മിൽ അകന്നു. ഞാനും സാറേയും കാല് പിടിച്ച് പറഞ്ഞിട്ടും അവർ 2 പേരും കേട്ടില്ല. അതിനോടകം തന്നെ തമ്മിൽ പരസ്പരം അത്രമേൽ അകന്നിരുന്നു 2 ആളും. അങ്ങനെ ബിസിനസ് 2ആയി. കൊമ്പനായിൽ ഗ്രൂപ്പ്സും ഇഷിത ഗ്രൂപ്പ്സും ആയി. ഫിലിപ്പിച്ചായൻ സാറേയും മോളെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി. എന്നെയും സാറേയും പോലും പരസ്പരം വേണ്ടാൻ സമ്മതിച്ചിരുന്നില്ല അവർ 2 ആളും. അങ്ങനെ സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന നമ്മുടെ ഈ 2 ഫാമിലിയും എന്നേക്കുമായി അകന്നു. പിന്നീട് ഞാൻ എൻ്റെ സാറെ കണ്ടിട്ടില്ല. 2 പേരുടെയും ബിസിനസ് സാമ്രാജ്യം നാൾക്ക് നാൾ വളർന്നു. ഫിലിപ്പിച്ചായൻ നിങ്ങളെ 2 പേരെയും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ മോള് ഈ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ഇപ്പോഴും അമ്മച്ചിയുടെ കണ്ണിൽ നിൽക്കുക. റെക്സിച്ചായനെ വിട്ട് പോവില്ല, എന്നെ വിട്ട് കൊടുക്കല്ലേ, എന്നെ കൊണ്ട് പോകാൻ സമ്മതിക്കല്ലേ അമ്മച്ചി എന്നും പറഞ്ഞ് കരയുമായിരുന്നു മോള്. കൂടെ എൻ്റെ സാറേയും. പക്ഷേ ഫിലിപ്പിച്ചായനൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഈ ഞാൻ വളർത്തേണ്ട എൻ്റെ കുഞ്ഞായിരുന്നു മോള്. പക്ഷെ ദൈവവിധി മറ്റൊന്നായിരുന്നു. ഒരു പക്ഷേ മോള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മോന് ഈ ഒരവസ്ഥ വരില്ലായിരുന്നു. ലൈഫിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ ടൈമിൽ മോളുണ്ടായേനെ എൻ്റെ റെക്സിയുടെ കൂടെ. അവനെ താങ്ങായും തണലായും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായേനെ. ദൈവവിധി നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ മോളെ. എൻ്റെ മോൻ ഇതൊക്കെ അനുഭവിക്കണമെന്നായിരുന്നു വിധി. അതുപോലെ തന്നെ നടന്നു. അമ്മച്ചിയുടെ കാര്യം മോളോട് പറയാം. എൻ്റെ റെക്സി അവനൊരു പാവമാണ് മോളെ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, മനസ്സിൽ നന്മ മാത്രമുള്ള ഒരു പഞ്ചപാവം. പ്രാണനായി സ്നേഹിച്ച് വളർത്തിയ സ്വന്തം കൂടപ്പിറപ്പിനുണ്ടായ ദുരന്തം, അതുകൊണ്ടുണ്ടായ ഷോക്ക്, അതിന്നും എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിനെ ചുട്ടു പൊള്ളിക്കുക. ആ ഒരു ദുരന്തമാണ് എൻ്റെ മോനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റിയത്. ഈ രീതിയിലെങ്കിലും കർത്താവ് ഞങ്ങളുടെ മോനെ തിരിച്ചു തന്നല്ലോ എന്നോർത്ത് സമാധാനിക്കുക ഞങ്ങൾ. അമ്മച്ചിക്കറിയാം മോക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്ന്. എൻ്റെ സാറയുടെ മോളാണ് റെക്സിയെക്കുറിച്ച് ഇങ്ങനൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മച്ചി മോളെ കാണണമെന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ മോളോട് തുറന്നു പറയാൻ വേണ്ടി തന്നെ. ഇങ്ങനെയാണേലും എൻ്റെ മോളെ അമ്മച്ചിക്ക് ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. അത് മതി അമ്മച്ചിക്ക്, അത് മതി. അമ്മച്ചി എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. ഐ എം സോറി, റിയലി സോറി. എന്നോട് ക്ഷമിക്കണം. ഹേയ് മോളെ, സാരല്ലടാ. അമ്മച്ചിക്ക് അറിയാതെ. മോളെ വിഷമിക്കണ്ട. അമ്മച്ചിയുടെ വിഷമമൊക്കെ ഇപ്പം മാറി. എൻ്റെ മോളെ കണ്ടപ്പോൾ മൊത്തം മാറി. പോരെ. പിന്നെ ഒരു കാര്യം മാത്രമേ ഞാൻ മോളോട് ആവശ്യപ്പെടുന്നുള്ളൂ. ഇതുപോലെ ഇടയ്ക്കെങ്കിലും അമ്മച്ചിയെ വന്നൊന്ന് കാണാവോ മോക്ക്? എന്റെ കർത്താവേ, നീ ഒന്ന് വരുന്നവരെ ശ്വാസം മുറുക്കെ പിടിച്ചിരിക്കുമായിരുന്നു ഞാൻ. എന്തായിടാ ഐഷു? ഡി എന്താ എന്താ ഐഷു? എന്താടാ കാര്യം പറയ. നീ എന്താ പറ്റിയേ? പറയാം, ബട്ട് അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. നീ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യേ. നമുക്ക് തെറ്റ് പറ്റിപ്പോയോ
എന്നൊരു ഫീല്. ഐഷു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും നിന്നോട് എല്ലാം. ഇപ്പൊ നീ എന്നൊന്ന് വീട്ടിലാക്ക്. ഹാ എങ്ങാണ്ടൊക്കെ പോകണം, ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ വന്നോ? ഹാ മമ്മി, എനിക്കൊരു ബ്ലാക്ക് ടീ തരാവോ? എന്താ മോളെ? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? വയ്യായ്ക എന്തെങ്കിലും ഉണ്ടോ? ഹേയ് ഒന്നുമില്ല മമ്മി, എന്തോ നല്ല തലവേദന. ഞാനൊന്ന് കുറച്ച് കിടക്കട്ടെ. മമ്മി, ഡാഡി എപ്പോഴാണ് വരുന്നത്? എനിക്ക് ഡാഡി ഒന്ന് കാണണമായിരുന്നു. ഡാഡി വരുമ്പോൾ ലേറ്റ് ആവോടാ. എവിടെയോ എന്തോ ആവശ്യമുണ്ട്, സോ പോകണം, ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു മമ്മിയോട്. മോളൊരു കാര്യം ചെയ്, മോള് ചെന്ന് കിടക്ക് കുറച്ച് നേരം. മമ്മി ബ്ലാക്ക് ടീ ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരാം. ചെല്ലേ. ഓക്കെ മമ്മി, ഡാഡി വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ. ഹലോ ഐഷു. എടാ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. എന്താ സംഭവിച്ച മോളെ? കാര്യം പറയും നീ. മെൽക്കി, അത് ഐഷു, അപ്പോ റെക്സൻ? സ്വന്തം കൂടപ്പിറപ്പിനെ ജീവനെ കളയേറെ സ്നേഹിച്ച് അവളുടെ വളർച്ചയിലെ ഓരോ സ്റ്റേജിലും കണ്ണിമ ചിമ്മാതെ കാവലിരുന്ന് അവസാനം സ്വന്തം അനിയത്തിക്കുണ്ടായ ആ വലിയ ദുരന്തം നേരിൽ കണ്ട് അനുഭവിച്ച് ആ കുരുന്നിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടതറിഞ്ഞപ്പോൾ സ്വന്തം മനസ്സിൻ്റെ താളം തന്നെ തെറ്റിപ്പോയൊരാൾ. ആ അപ്പനും അമ്മച്ചിക്കും ഇപ്പം മുന്നോട്ട് ജീവിക്കാനുള്ള ഏക പ്രതീക്ഷ. എന്താ നൽകി നമ്മൾ ചെയ്തേ? ആ അമ്മച്ചിയുടെ മുന്നിൽ നിന്ന് ഒരുകുമായിരുന്നു ഞാൻ. എനിക്ക് ഐഷു നീ ഇങ്ങനെ ടെസ്റ്റ് ആവാതെ. നമ്മൾ അറിഞ്ഞതല്ലല്ലോ ഒന്നും. അത് മാത്രമല്ല, റെക്സിൻ കാണിച്ചു കൂട്ടിയതും നല്ലതൊന്നും ആയിരുന്നില്ലല്ലോ. അവൻ തന്നെയല്ലേ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിച്ചേ? അതെ നൽകി, റെക്സിൻ തന്നെയാ. അവൻ തന്നെയാ എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യിച്ചേ. പക്ഷെ അവൻ ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി. അമ്മച്ചി അവിടെ വളരേണ്ട കുട്ടിയായിരുന്നു മെൽക്കി ഞാൻ. ബട്ട് വിധി സിറ്റുവേഷൻ ഇങ്ങനെ ഒക്കെ ആക്കി. ഒരുപാട് അനുഭവിച്ചു അപ്പനും അമ്മച്ചിയും. ഒത്തിരി പാടുപെട്ട അവരുടെ മകനെ അവർക്ക് തിരിച്ചു കിട്ടിയേ. അവരുടെ ഏക പ്രതീക്ഷയാണ് റെക്സിൻ. അവനാണെങ്കിൽ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഐഷു, എനിക്ക് മനസ്സിലാവും റെക്സിന്റെ ലൈഫിൽ സംഭവിച്ചത് വലിയൊരു ദുരന്തം തന്നെ. മേ ബി അതുകൊണ്ടാവും റെക്സിൻ ഇങ്ങനെ കായിപ്പോയെ. അതുകൊണ്ടാവാ എന്നല്ല, അതുകൊണ്ട് തന്നെയാണ്. റെക്സിന്റെ ലൈഫിൽ ഉണ്ടായ വലിയ ദുരന്തം കൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നേ. സ്വന്തം മനസ്സിന്റെ താളം വരെ തെറ്റി. അമ്മച്ചി പറഞ്ഞ ആ പഴയ റെക്സിനും ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കിയ റെക്സിനും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എ വെരി ഡ്രാസ്റ്റിക് ചേഞ്ച്. ആ കുരുന്നിന് സംഭവിച്ച കൊടും ക്രൂരത, ഒരുമിച്ച് കളിച്ച് വളർന്ന ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ മിസ്സിങ് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല ആ മനസ്സിന്. ഐഷു, എന്താ നീ പറഞ്ഞു വരുന്നേ? മനസ്സെന്തോ വല്ലാതെ. ഞാൻ അറിഞ്ഞതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയണം മെൽക്കി. ആദ്യം സത്യമാണെങ്കിൽ he really deserves an apology. ഐഷു, I mean it. എന്റെ ഈഷിത കൊച്ചേ, റെക്സിജാനി നിന്നെ വല്ലാണ്ടങ്ങ് മിസ് ചെയ്യുന്ന പോലെ. ഇപ്പൊ എങ്ങനെ ഒന്ന് കാണുന്നേ? നോ ഐഡിയ. എന്തായാലും ഈ ഇടയായിട്ട് എൻ്റെ ഒറ്റയ്ക്കുള്ള സംസാരം വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് പിടയ്ക്കുമ്പോൾ, കൈവിട്ട് പോവാണെന്ന് തോന്നുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ദേ ഈ ഫേസാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത റിലീഫുണ്ട്, കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. എന്താ അങ്ങനെയെന്ന് ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇനി am I falling for you? അതും മനസ്സിലാവുന്നില്ല. எத்தனை இரவு உனக்காக விழித்திருந்தே, உறங்காமல் தவித்திருந்தே, விண்மீன்கள் எரித்திருந்தே, எத்தனை நிலவை உனக்காக வெறுத்திருந்தே, உயிர் சுமந்து பொறுத்திருந்தே,
നീയൊരു പാതി என்றுം ഞാനൊരു പാതി കാതൽ ജ്യോതി പെണ്ണഴകേ മണ്ണും പിണ്ണും പോനാലും മാറാതെ இந்த சொந்தம் கண்ணை கொஞ்சம் திறந்தே கண்களுக்குள் விழுந்தா எனது விழிகளை மூடிக்கொண்டேன் சின்னஞ்சிறு கண்களில் உன்னை சிறை எடுத்தேன் പറഞ്ഞതിൽ നേരത്തെ ആണല്ലോ ഇച്ചായ വന്നേ. ഹോ അത് ശരി. അപ്പൊ ഞാനിപ്പോ നേരത്തെ വന്നതിലായോ പ്രശ്നം? ഓ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞേ, ഈ മനുഷ്യന്റെ കാര്യം. ഇച്ചായ പിന്നെ ഒരു കാര്യം, മോൾ ഇച്ചായനെ തിരക്കിയായിരുന്നു, എന്തോ സംസാരിക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. വന്ന ടൈം തൊട്ടേ നല്ല ഗൗരവത്തിലാള്. എന്താ കാര്യമെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല. ഇച്ചാനൊന്ന് മോളെ കാണു കേട്ടോ. ദേ പറഞ്ഞു തീർന്നില്ല, ദേ എത്തിയല്ലോ ആള്. മോളെ വാ കഴിക്കാം. മോളെ ഡാഡി കാണുമെന്ന് പറഞ്ഞിരുന്നോ മോള്? യാ ഡാഡി, ഞാനൊരു കാര്യം ചോദിച്ചാലോ ഡാഡി സത്യം പറയുമോ? എന്താ മോളെ? എന്താ കാര്യം പറയേ? ഇന്നേ വരെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനും എൻ്റെ ഡാഡി ആവശ്യമില്ലാണ്ട് ഇന്റർഫിയർ ചെയ്യുവോ അത് തെറ്റാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ബിക്കോസ് യു നോ ഡാഡിയുടെ മോള് തെറ്റായിട്ടൊന്നും തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എന്ന്. ബട്ട് 3 days ബാക്ക് എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് എൻ്റെ ഡാഡി ഞാൻ ചെയ്തൊരു കാര്യത്തിനെ ശക്തമായിട്ട് തന്നെ എതിർത്തു, എന്നോട് ദേഷ്യപ്പെട്ടു. വൈ? മോളെ പറയൂ ഡാഡി. റെക്സൺ ഇസ് എ സെലിബ്രിറ്റി, സോ അയാളെ കുറിച്ചുള്ള ഏതൊരു ന്യൂസും എക്സ്ക്ലൂസീവ് തന്നെയാണ്. അങ്ങനെ ഞാൻ കണ്ടെത്തിയൊരു ന്യൂസ് ടെലികാസ്റ്റ് ആയപ്പോ എന്തിനാ ഡാഡി എന്നെ വഴക്ക് പറഞ്ഞേ? എന്തിനാ കുറ്റപ്പെടുത്തിയേ? ഞാൻ ആ ചെയ്തത് തെറ്റാണെന്ന് എന്തിനാ പറഞ്ഞേ? മോളെ അത് റെക്സിന്റെ ലൈഫ് സ്റ്റോറി ചെയ്യണമെന്നല്ലേ മോള് പറഞ്ഞിരുന്നേ. ബട്ട് അതൊക്കെ വിട്ട് മോളെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തപ്പോ എന്തൊക്കെ ആയാലും ആ കൊച്ചൊരു സെലിബ്രിറ്റി അല്ലേ. ഇങ്ങനെയൊക്കെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിബിലിറ്റി എന്താവും? അതൊക്കെ ഓർത്തപ്പോഴാ പെട്ടെന്ന് ഡാഡി, അല്ലാണ്ട് വേറൊന്നും തന്നെ അല്ല. ഓ റെക്സിന്റെ ക്രെഡിബിലിറ്റി അതായിരുന്നു എൻ്റെ ഡാഡിയുടെ കൺസേൺ അല്ലേ? അതിന് റെക്സിന്റെ ഡാഡിക്ക് അറിയോ? Why you bother, Daddy? റെക്സിന്റെ ക്രെഡിബിലിറ്റിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഡാഡിക്ക് എന്താ? Why should you bother? Yes, Combinile Group's CEO, one of the prominent business magnate in Delhi, Mr. John Marcus Combinile, എൻ്റെ ഡാഡിയുടെ ex-business partner, come your close friend. Am I right, Daddy? റെക്സിന്റെ ലൈഫ് സ്റ്റോറി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ ടൈമിലെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ ഡാഡിക്ക് എന്നോട്, ദാറ്റ് ഹീസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് സൺ എന്ന്? പഴയ കാര്യങ്ങളൊക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറയായിരുന്നില്ലേ ഡാഡിക്ക് എന്നോട്? ഒരു വാക്ക് പറയായിരുന്നില്ലേ? നോ മോളെ, യു ആർ മിസ്റ്റേക്കൺ. മാർക്കസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, ബിസിനസ് പാർട്ട്ണറും ആയിരുന്നു. ബട്ട് നോട്ട് നൗ. ഹി വാസ്. പിന്നെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ പറയാനോ ഓർക്കാനോ ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്. എനിവേയ്സ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ മോൾ അറിഞ്ഞു എന്ന് ഡാഡിക്ക് മനസ്സിലായി. ഇതൊക്കെ ആരാണ് മോളെ അറിയിച്ചതെന്നോ മോളോട് പറഞ്ഞതെന്നോ ഡാഡിക്ക് അറിയില്ല, അറിയുകയും വേണ്ട. പിന്നെ അറിഞ്ഞതൊക്കെ മനസ്സിൽ തന്നെ വെച്ചങ്ങ് കുഴിച്ച് മൂടിയാൽ മതി. ഒക്കെ പൊടിതട്ടിയെടുത്ത് അതിൻ്റെ പുറകെ പോവാൻ നിൽക്കണ്ട മോളെ. അതിന് എൻ്റെ ജീവനുള്ളിടത്തോളം ഞാൻ സമ്മതിക്കാനും പോണില്ല. രണ്ടുപേർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞതൊക്കെ സത്യമായിരുന്നു അല്ലേ? ഇപ്പോഴും ഡാഡിയുടെ ദേഷ്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അത് ഡാഡിയുടെ ഫേസിൽ തന്നെ എവിഡന്റ് ആണ്. കർത്താവേ, എന്താ ഇനി ചെയ്യണ്ടേ അറിയില്ല. ഒരു പക്ഷേ മോള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മുന്നിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ലൈഫിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ ടൈമിൽ
മോളുണ്ടായനെ എൻ്റെ റെക്സിയുടെ കൂടെ. അവന് താങ്ങായും തണലായും അവൻ്റെ ഒപ്പം മോളുണ്ടാവുമായിരുന്നു. കർത്താവേ, കർത്താവേ, എങ്ങനെയാ ഞാനിതൊന്ന് സോർട്ട് ചെയ്യുക? ഹലോ മെൽക്കി, എവിടാ നീ? ഹാ ഐഷു, എടാ ഞാനിപ്പോ ക്ലബിലാ. എന്താ ചെയ്? അങ്ങള് വന്നോ? നീ സംസാരിച്ചായിരുന്നു പുള്ളിയോട്? ഹാ, ഡാഡി വന്നു. അല്ല, സനയുണ്ടോ നിന്റെ കൂടെ? ആ, നിങ്ങൾ ഒരുമിച്ചാണോ? നോ, അവള് വീട്ടിലാടാ. ദേ കുറച്ചു മുന്നേ എന്നെ വിളിച്ച് വെച്ചതേ ഉള്ളൂ. ഐഷു, ഓക്കെ അല്ലേ നീ? സൗണ്ടൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഹാ മെൽക്കി, എടാ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഐം നോട്ട് ഓക്കെ. കണ്ടേ പറ്റൂ എനിക്ക് തന്നെ. എന്റെ ഐഷു, എന്താ മോളെ, എന്താടാ പറ്റിയത് നിനക്ക്? അങ്കിളുമായിട്ട് വഴക്കിട്ടോ? ഓക്കെ, ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഇപ്പൊ വരാം. അല്ല, പുറത്തേക്ക് എവിടെയെങ്കിലും പോണോ അതോ വീട്ടിലേക്ക് വന്നാൽ മതിയോ? ഹേയ്, പുറത്തേക്കൊന്നും ഞാനില്ല. നീ വീട്ടിലേക്ക് വാ. ഐഷു, മെൽക്കി, ഇത്ര പെട്ടെന്ന് എത്തിയോ? അല്ലാണ്ട് പിന്നെ അങ്ങനെ ആയിരുന്നല്ലോ നിന്റെ സംസാരം. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി പറയ്, എന്താണ് എൻ്റെ കൊച്ചിന്റെ പ്രോബ്ലം? ഞാൻ നല്ല രീതിയിൽ തന്നെ ഡിസ്റ്റർബ്ഡ് ആണ് മെൽക്കി. ഡോണ്ട് നോ വാട്ട് ടു ഡു. എനിക്കറിയില്ല. ഞാൻ ഡാഡിയോട് സംസാരിച്ചു കുറച്ചു മുന്നേ. അമ്മച്ചി പറഞ്ഞതൊക്കെ സത്യമായിരുന്നു മെൽക്കി. എൻ്റെ ഡാഡിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു റെക്സിൻ്റെ ഡാഡി. ബിസിനസ് പാർട്ട്നേഴ്സും ആയിരുന്നു. ബട്ട് ഫെയ്ത്ത്, പരസ്പരം പിരിഞ്ഞു രണ്ടാളും. ഇപ്പൊ ശത്രുക്കളാ. പഴയതൊന്നും ഡാഡി മറന്നിട്ടില്ല. ഇപ്പോഴും ആ ഫേസിൽ വ്യക്തമാണ് എൻ്റെ ഡാഡിയുടെ വെറുപ്പും ദേഷ്യവും ഒക്കെ. അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാണ് ഡാഡി എന്നോട് പറഞ്ഞ്. മമ്മിയും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ബട്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ റെക്സിനെ കുറിച്ച് ഇങ്ങനൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഡാഡി ശരിക്കും എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എന്നെ ഉറപ്പിച്ച് പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല എന്തിനാ ഡാഡി എന്നോട് അങ്ങനെയൊക്കെ. ബട്ട് ഇപ്പോ എടാ, എന്തൊക്കെ പറഞ്ഞാലും റെക്സിന്റെ ഫാമിലിയും റെക്സിന്റെ ഡാഡിയും ഒക്കെ അങ്കിളിന് ഒത്തിരി വേണ്ടപ്പെട്ടവരായിരുന്നിരിക്കും ഒരു കാലത്ത്. എത്രയൊക്കെ വെറുത്തു, തമ്മിൽ തെറ്റി പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവരുടെ കാര്യത്തിൽ കൺസേൺ ആയിരിക്കും അങ്കിൾ. സോ അത് നീ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. അതല്ല മെൽക്കി, ആ അമ്മച്ചി പറഞ്ഞ ഓരോ വാക്കും എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ഡിസ്റ്റർബ് ആക്കുക. ഐ ഡോണ്ട് നോ വൈ. സ്വന്തം മകനെ കുറിച്ച് ഓർത്തുള്ള ആ ഭാവത്തിൻ്റെ ആവലാതി, കണ്ണീര്, ഇതൊക്കെ എന്നെ വല്ലാതെ, അറിയില്ല, എല്ലാ രീതിയിലും അമ്മച്ചിയെ സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കി ഒരു താങ്ങായും തണലായും നിൽക്കേണ്ട ആളായിരുന്നു എൻ്റെ മമ്മി. ഇത്രയും വലിയൊരു ദുരന്തത്തെ ആ ഫാമിലി ഫേസ് ചെയ്യുമ്പോൾ സപ്പോർട്ടായി അവരുടെ കൂടെ നിൽക്കേണ്ടത് എൻ്റെ ഡാഡിയും മമ്മിയും ഞാനും ഒക്കെ ആയിരുന്നു. ഐഷു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. പഴയ കാര്യങ്ങളൊക്കെ നീ അറിയാൻ ലേറ്റ് ആയി. ബട്ട് ദാറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്, അല്ലേ? സോ കഴിഞ്ഞത് കഴിഞ്ഞു. ലീവ് ഇറ്റ് ഡാ, ലീവ് ഇറ്റ്. ഐ നോ മെൽക്കി, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി നോ യൂസ്. ബട്ട് Rexin deserves an apology from my end. എന്തിനാ? ഐഷു, എന്താ അവൻ നിന്നോട് ചെയ്തെന്ന് എനിക്കറിയാം മെൽക്കി, നല്ലതുപോലെ തന്നെ അറിയാം. വലിയൊരു ദുരന്തം ഫേസ് ചെയ്ത് സ്വന്തം മനസ്സിന്റെ താളം തെറ്റി പിന്നെ അവിടെ നിന്ന് ലൈഫിലേക്ക് എൻറ്റയർലി പുതിയൊരാളായി തിരിച്ചു വന്ന ഒരാളാത്. റെക്സിനെ തകർത്ത് കളഞ്ഞ ആ ഓർമ്മകളിൽ നിന്നും ഒളിച്ചോടാനാവും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഡ്രഗ്സിലൂടെ, ഗേൾസിലൂടെ ഒക്കെ അവൻ മറക്കാൻ ശ്രമിക്കുന്നത് അവൻ്റെ ആ പഴയ ഓർമ്മകളെയാവും. അല്ലാണ്ട് അമ്മച്ചി പറഞ്ഞ് ഞാൻ അറിഞ്ഞ ആ പഴയ റെക്സിന് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. നെവർ ഡാ, നെവർ. ഐഷു, എന്താ നീ പറഞ്ഞു വരുന്നേ? അവൻ നിന്നോട് ചെയ്തതൊന്നും തെറ്റേ അല്ലെന്നാണോ? അതോ ഇനി? നോ മെൽക്കി, നോ. നീ പറയാതെ തന്നെ നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നെവർ ഡാ, നെവർ. ഞങ്ങളുടെ ഫാമിലി തമ്മിൽ പിരിഞ്ഞില്ലായിരുന്നു എങ്കിൽ അവിടെ വളരേണ്ട കുട്ടിയായിരുന്നുടാ ഞാൻ. ഇതുപോലൊരു ട്രാജഡി നടക്കുമ്പോൾ ഞാനും എൻ്റെ ഡാഡിയും മമ്മിയും ഒക്കെ അവരുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. ഒരുമിച്ച് കളിച്ച് വളരേണ്ടവരായിരുന്നു ഞങ്ങൾ. ഒരു പക്ഷേ അമ്മച്ചി പറഞ്ഞ പോലെ ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രമാത്രം വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് റെക്സിൻ പോവില്ലായിരുന്നിരിക്കാം.
അറിയില്ല മെൽക്കി. ഞാൻ ഒരുപക്ഷെ റെക്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ നീ എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാവോ അവനും. അത് നീ മറ്റൊരു മീനിങ് കൊടുക്കല്ലേടാ. അതിന് നീ മറ്റൊരു സെൻസോടെ കാണല്ലേ പ്ലീസ്. എനിക്ക് അവനോടൊരു സോറി പറഞ്ഞാൽ മാത്രം മതി. എങ്കിലേ ഞാൻ ഓക്കെ ആവൂ. ഓക്കെ ആകാൻ കഴിയൂ എനിക്ക്. പ്ലീസ് ഡാ. ഓക്കെ 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 ഓക്കെ, നീ ഇങ്ങനെ വറീഡ് ആവത് ഐഷു. ഇപ്പൊ എന്താ വേണ്ടേ? നിനക്ക് റെക്സിന് നേരിട്ട് കണ്ടൊരു മാപ്പ് പറയണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ ഫൈൻ, നാളെ തന്നെ നമുക്ക് റെക്സിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാം. പോരെ? ഈ ഞാനില്ലേടാ നിന്റെ കൂടെ. എന്തിനും ഈ ഞാനില്ലേ? എന്തിന്റെ പേരിലാണേലും നിന്നെ ഇങ്ങനെ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കുവോ? നോ റൈറ്റ്? ഒരിക്കലും ഇല്ല, ഒരിക്കലും. സോ ഇനിയെങ്കിലും എന്റെ ആയിഷ കൊച്ചൊന്ന് ചിരിച്ചേ. പിന്നെ നാളെ മോർണിംഗ് ഒരു 11 ഒക്കെ ആവുമ്പോ റെഡിയായി നിന്നേക്കണം. ഓക്കെ? അപ്പൊ എന്തായാലും ചേട്ടൻ നാളെ വരാം. ഇപ്പൊ പോട്ടെ, ടൈം ഒത്തിരിയായി. ഒന്നും ഓർത്ത് വെറുതെ ടെൻഷൻ ആവരുത്, കൂളായിട്ടിരിക്കുക. ഓക്കെ? ടേക്ക് കെയർ ഡിയർ. ബൈ. ഹൈഷു, ഒന്നോട് ചോദിക്കുവോ ഞാൻ, ഇത് വേണോ? വേണം മെൽക്കി, വേണം. ഒരുപാട് ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ. ഓക്കെ. ഹലോ, ഒറ്റയ്ക്ക് പോണോ? ഞാൻ കൂടെ വരണോ? തൽക്കാലം എന്റെ മെൽക്കിക്കുട്ടൻ ഈ കാറിൽ തന്നെ ഇരുന്നാ മതി. ഞാൻ പോയി എന്റെ റെക്സി ചായനെ ഒന്ന് കണ്ടേച്ചും വരാം. Yes, I'm coming. Huh? Ishita? Can I come in? Yeah, get in. Get in, please. ഹലോ, എന്താണാവോ ഈ പുലിക്കുട്ടി ഈ പാവം പിടിച്ചവന്റെ അടുത്തേക്ക് വരാന്? എന്താണ് എനിക്കിട്ടുള്ള അടുത്ത പണി? അല്ല, നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ, അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ആസ് ഓഫ് നൗ നമ്മൾ മാത്രമേ ഉള്ളൂ. മെയ്ഡ് ഉണ്ടായിരുന്നു, അവര് പോയി എന്നാ തോന്നുന്നത്. പിന്നെ എന്റെ കാർഡ്സ് ഉണ്ട്, ബട്ട് അവരെന്റെ കൂടെ അല്ല സ്റ്റേ. എന്റെ ഒരു കോള് മതി, പാഞ്ഞെത്ത്. എന്തേ, വിളിക്കണോ? നോ താങ്ക്സ്. ഹലാ, പാവ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ അത് സ്വയം വിശേഷിപ്പിച്ചതാണെങ്കിൽ ഐ എം സോ സോറി ടു സേ, പാവല്ല, പാവയ്ക്ക്. അതെന്താ ഇഷിത കൊച്ചി അങ്ങനെ ഒരു ടോക്ക്? ഞാനെന്താ പാവല്ലേ? പിന്നെ പഞ്ചപാവ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ന്യൂസ് എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നേ. അത് എനിക്ക് തന്നൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആണെന്നല്ലേ താൻ പറഞ്ഞത്. അത് രണ്ട് കൈ നീട്ടി തന്നെ ഞാൻ സ്വീകരിച്ചു. പോരെ? ഇനി അടുത്ത അപ്രീസിയേഷൻ മേടിക്കാനുള്ള ടൈമായി. ഒന്ന് കാണാനായി കൊതിച്ചിരിക്കുമായിരുന്നു ഞാൻ. എനിക്കുള്ള അടുത്ത പണിയായിട്ടാണ് താൻ ഈ വന്നിരിക്കുന്നതെന്ന് എനിക്ക് നല്ലപോലെ തന്നെ അറിയാം. ബട്ട് ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. യു നോ വൈ? അങ്ങനെയെങ്കിലും ദേ ഈ സുന്ദരി കുട്ടിയെ ഇങ്ങനെ എൻ്റെ അടുത്ത് കിട്ടുമല്ലോ, ഇത്ര അടുത്ത് കാണാൻ പറ്റുമല്ലോ എനിക്ക്. That's why. റെക്സിൻ, ദേ അടുത്തേക്ക് വരരുത്. അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അവിടെ നിൽക്ക്. That's what I can't. വല്ലാത്തൊരു മാഗ്നറ്റ് ആണ് താൻ എനിക്ക് ഇഷിത. ആ മാഗ്നറ്റ് എന്നിലുണ്ടാക്കുന്ന പവർ ആൻഡ് ചേഞ്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ഐ റിയലി ഡോണ്ട് നോ. You know what? ഞാൻ പോലും അറിയാതെ മാറിക്കൊണ്ടിരിക്കുക ഞാൻ. ജസ്റ്റ് ബിക്കോസ് ഓഫ് യു. റെക്സിൻ, മാറി നിൽക്ക് പ്ലീസ്. പ്ലീസ് ഒന്ന് മാറി നിൽക്ക്. ഞാൻ വെറുതെ പറയുവല്ല ഇഷിത. ഐ എം നോട്ട് ലൈയിങ്. തന്നെ ഇങ്ങനെ കാണുമ്പോൾ, തൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു വല്ലാത്തൊരു കംഫർട്ട് ഫീലിംഗ് ഉണ്ട്. മെൻ്റലി കിട്ടുന്നൊരു വല്ലാത്ത സമാധാനമുണ്ട്. എൻ്റെ മമ്മയ്ക്ക് ശേഷം യു ആർ ദ വൺ. യു ആർ ദ വൺ മെൻ്റലി എന്നെ
ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത് മറ്റാരും തന്നെയില്ല. പ്ലീസ് ഇഷിത, പ്ലീസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ, എന്നെ ഒന്നറിയാൻ ശ്രമിച്ചൂടെ? ഇപ്പോ തന്നെ ഞാൻ ഈ നോക്കുന്ന നോട്ടത്തില് there is no lust, trust me. But അത് ലസ്റ്റ് അല്ലെങ്കിൽ പിന്നെ മറ്റെന്ത് ഫീലിംഗ് ആണെന്ന് I really don't understand. But I really wish ഈ presence എന്നും എനിക്ക്. റെക്സിൻ എന്തായി കാണിക്കുന്നേ? പ്ലീസ് ഇഷിത, പ്ലീസ്, ഞാനൊന്നും ചെയ്യില്ല. ട്രസ്റ്റ് മീ, ഒന്നും ചെയ്യില്ല. ജസ്റ്റ് എ കിസ്, അത് മാത്രം, ഒരേ ഒരു കിസ് മാത്രം. ഓക്കെ ഐ എഗ്രി. എന്നെ ഇപ്പോൾ കിസ് ചെയ്താൽ റെക്സിൻ്റെ മൈൻഡ് ഓക്കെ ആകുമെങ്കിൽ, റെക്സിന് കൂളാവാൻ കഴിയുമെങ്കിൽ ഐ എം റെഡി. ബട്ട് വീണ്ടും എന്നിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി തട്ടിയെടുക്കുക. ആൻഡ് വൺ മോർ തിങ്, എന്തിനാ ഇങ്ങനൊരു മാസ്ക്? വൈ? ഈ മാസ്കിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പഴയ റെക്സിൻ, ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കിയ ആ പഴയ റെക്സിന് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. റെക്സിൻ മാർക്കസ് കൊമ്പനായ എന്ന എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ആളിനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ, അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇപ്പം നിൽക്കുന്നത്. സ്വന്തം മനസ്സിൻ്റെ താളം തന്നെ തെറ്റിച്ച് ഓർക്കാൻ പോലും പേടിക്കുന്ന ആ പഴയ പാസ്റ്റിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി യു വോർ ദിസ് മാസ്ക്. ഐ നോ, ബട്ട് അത് റെക്സിനെ, നിങ്ങളുടെ ലൈഫിനെ തന്നെ എന്നേക്കുമായിട്ട് നശിപ്പിച്ച് കളയുന്ന, കാർന്ന് തിന്നുന്ന ക്യാൻസറായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും ഇങ്ങനെ സ്വയം നശിക്കണോ? റേച്ചൽ മോള് അവള് പോയി. ഷീ ഈസ് നോ മോർ. പ്ലീസ് ട്രൈ ടു ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. അതിൻ്റെ പേരിൽ ഇനി ഇങ്ങനെ സ്വയം നശിക്കരുത് റേച്ചൽ മോള്. No, hey, no, please, Ishita, please. റെക്സിൻ, are you okay? എന്താ പറ്റിയേ? എന്താ? ഇഷിത, എൻ്റെ കുഞ്ഞി, എൻ്റെ മോള്, അവൾ എന്നെ വിട്ടു പോയി. ഒന്നുമില്ല റെക്സിൻ, ഒന്നുമില്ല. റിലാക്സ്, ജസ്റ്റ് റിലാക്സ്. Yeah. Stay like this, Ishita. Please stay like this. എന്നെ വിട്ടു പോലെ, please. Please don't leave me. I don't want to be like this, Ishita. എനിക്കിങ്ങനെ ആവണ്ട. But I couldn't control my mind. It's okay. Now you just relax. I'm sorry, Rexin. I'm really sorry. ഒന്നും അറിയില്ലായിരുന്നു എനിക്ക്. ഒന്നുമേ അറിയില്ലായിരുന്നു. I'm so sorry for what I did. ഹലോ അമൽക്കി, എടാ ഞാൻ ദേ വരുവാ, ഒരു 2 minutes ഇപ്പോൾ വരാം. Rexin, I need to go now. Take your time and please come out of this shell. You can do it. റെക്സിന് മാത്രമേ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ. Only you can save yourself. എന്നാ ഞാൻ പോട്ടെ. Take care. ഇഷിത, തൻ്റെ ഈ പ്രസൻസ് അതെനിക്ക് തരുന്ന റിലീഫ് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത് ചോദിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. ബട്ട് പറയാണ്ടിരിക്കാൻ ഇനി വയ്യ. എന്നെ വിട്ട് പോവാതിരുന്നൂടെ തനിക്ക്? Will you be with me? Tell me, Ishita. പറ, എൻ്റെ കൂടെ ഉണ്ടാവൂ താൻ? പറ. റെക്സിൻ എന്തായി കാണിക്കുന്നേ? പ്ലീസ്, I need to go. Please. കണ്ണ
பொன்னசைவில் மின்னல் விழ புன்னகையில் பூக்கள் விழ கையசைவில் வானம் விழ பெண்ணசைவில் நானும் விழவே காதல் வந்ததே காதல் வந்ததே காதல் வந்ததே കാതൽ വന്നതേ. ഹാ ഞാൻ ദേ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. എന്താ ഇഷ്യൂ ഇത്രയും ലേറ്റ് ആയേ? ഡാ എന്താ നിന്റെ ഫേസ് വല്ലാണ്ടിരിക്കുന്നേ? ഹാ വീണ്ടും അവൻ നിന്നോട് എന്തേലും? ഹേയ് നോ മിൽക്കി നോ, റെക്സിനൊന്നും ചെയ്തിട്ടില്ല. എനിക്കെന്തോ നല്ല തലവേദന, അതാ, അല്ലാണ്ടൊന്നുമില്ല. ആ ഞാൻ കരുതി അല്ല അപ്പോളജി ഒക്കെ ചോദിക്കാൻ വേണ്ടി പോയിട്ട് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഐഷു ഇന്നലെ തന്നെ നിന്നോട് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയണമെന്ന് കരുതിയതാ. എന്താടാ? അല്ല, റെക്സിന്റെ പാസ്റ്റും കൊമ്പനൈൽ ഫാമിലിയിൽ 2 വർഷം മുമ്പ് നടന്ന ആ വലിയ ദുരന്തവും ഒക്കെ ആ അമ്മച്ചി പറഞ്ഞ് നമ്മൾ അറിഞ്ഞു അല്ലേ? ബട്ട് അറിയാത്ത അല്ലെങ്കിൽ അവർ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഇല്ലേ? പറയാത്ത കാര്യങ്ങളോ? മിൽക്കി എന്താ നീ ഉദ്ദേശിക്കുന്നേ? കൊമ്പനൈൽ ഫാമിലിയുടെയും കൊമ്പനൈൽ ഗ്രൂപ്പ്സിന്റെയും പവർ ആൻഡ് ഹോൾഡ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക്. സോ കൊമ്പനൈൽ ഫാമിലിയിലെ ഒരേ ഒരു പെൺതരി റേച്ചൽ മാർക്കസ് കൊമ്പനൈൽ, ആ കുരുന്നിന് സംഭവിച്ച മഹാദുരന്തം, അതിൻ്റെ പേരിൽ പിന്നീട് ആ ഫാമിലിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന മെൻ്റൽ ട്രോമ, ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ളവരെ ഇപ്പോഴും മിസ്റ്റർ ജോൺ മാർക്കസ് കൊമ്പനൈൽ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണോ? അവർക്ക് ഇത്ര നാളായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? ആ പിഞ്ചു കുഞ്ഞിനെ പിച്ചി ചീന്തിയ ആൾക്കാരെ അവർ കണ്ടുപിടിക്കാണ്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? സംതിങ് ഈസ് നോട്ട് റൈറ്റ് ഐഷു. ഐ എം ഡാം ഷ്യൂർ. My heart will follow, aching of ruin, the dark of my shadow might be a dark.